അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡാണ്. അതിപ്പോൾ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. കുറച്ച് തിളപ്പിക്കാത്ത പാലെടുത്ത് ഇത് പൊടി കലക്കാൻ, ഈ കാസ്റ്റേർഡ് പൊടി കലക്കാൻ വേണ്ടി കാസ്റ്റേർഡ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ തണുത്ത പാലിലോട്ടിട്ട് ഇളക്കി വെക്കുകയാണ്. കട്ട കെട്ടാതെ ഇളക്കി വെച്ച് വരുന്നുണ്ട്. ഇതിനകത്തിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. തിളച്ച പാലിലോട്ട് പാലിങ്ങനെ തിളച്ച് വരുവാണ്. ഇനി ഇതിനകത്തിലോട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന കാസ്റ്റേർഡ് പൗഡർ ചേർക്കുകയാണ്. ഇങ്ങനെ ഇളക്കി ഇതിലിപ്പോൾ അങ്ങ് കുറുവും. അപ്പോൾ അതുകൊണ്ട് ഇളക്കി അത് എടുക്കാതെ അടിക്ക് പിടിക്കാതെ ഇളക്കണം. തീ കുറച്ചിട്ട് സാവകാശം ഇളക്കി കുറുക്കി നമ്മുടെ ഐസ്ക്രീം പോലെ കുറുക്കി എടുക്കണം. ഇത് കുറുക്കി എടുത്തേച്ച് വേണം ഇതിനകത്ത് വീഴുന്ന പഴം എന്തെങ്കിലും മുന്തിരിങ്ങയോ ആപ്പിളോ അനാറോ നമുക്ക് ഇഷ്ടമുള്ള എന്തുമായാലും കുറുകണം. കുറുകി എന്നിട്ട് വേണം. കുറുകി വരുന്നുണ്ട്. നല്ലതുപോലെ കുറുകി കൈ ഇളക്കാതെ മാറ്റാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ മാറ്റി സ്പൂണ് മാറ്റി ഇട്ട് ഇളക്കാതിരുന്നാൽ അത് അടുക്കി പിടിക്കും. അതുകൊണ്ട് കൈ കൊണ്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡിയായി. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണേൽ ഇടാം. അനാറ്, ആപ്പിള്, പഴം എല്ലാം ഇടും. ഇതെല്ലാം ഇട്ട് 5 മിനിറ്റ് തണുക്കാൻ വെച്ചിരുന്നതാണ്. തണുത്ത ശേഷമാണ് ഇത് റെഡിയാക്കിയത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.